ഒരു 5 രൂപ കോയിൻ കൊണ്ട് നമുക്ക് സമ്പന്നനാവാൻ സാധിക്കുമോ? എങ്കിൽ സാധിക്കില്ല എന്ന് പറയാൻ വരട്ടെ. മക്കളെ, അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രം, പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം, ഇങ്ങനെ വൃത്തിയുള്ള ഒരു ബൗള് എന്ന് മാത്രമേ ഇതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്ലാസ്റ്റിക് ബൗളോ ഗ്ലാസ് ബൗളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇത് ഉപ്പൊന്നല്ല ഇതിൽ നമ്മൾ നിറയ്ക്കുന്നത്, അത് കാരണം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രം ധൈര്യമായിട്ട് എടുക്കാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു പാത്രമാണ്. ഇത് നിങ്ങൾക്ക് എവിടെ ഫാൻസി സ്റ്റോറിൽ നിന്നും കിട്ടും. അല്ല, നിങ്ങളുടെ വീട്ടില് മത്സ്യമാംസാദികൾ വെക്കാത്ത പാത്രം ശുദ്ധമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതിനും ഒരു തിരക്കേടുമില്ല കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാമെങ്കിലും കടുക് നമ്മൾ ഉപയോഗിക്കാതെ പുതുതായി വാങ്ങിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിത് വാങ്ങാൻ നല്ല ദിവസം ഏതാന്ന് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എങ്ങനെ കർമ്മം ചെയ്യാനായിട്ടുള്ളത് നമ്മളിതിൽ ചെറിയൊരു താന്ത്രികം തന്നെയാണ് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഏത് ദിവസം കടുക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നല്ലതെന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ തന്നെയാണ് കടുകും ഉപ്പും ഒക്കെ നമ്മളെ വീട്ടിലേക്ക് വാങ്ങാൻ ഏറ്റവും ശുഭം. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ലക്ഷ്മി കടാക്ഷം കടുക് അത്രയും നല്ല പവർഫുള്ളാണ്, എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പുതിയ ഒരു കടുക് നമുക്ക് വേണം. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് ഒരു 1/4 പാത്രം, ഒരു അരപാത്രത്തിന് മുകളിലായിട്ട് കടുക് ഇതിൽ നമ്മൾ കത്തിരി കൊണ്ട് മുറിച്ച് ഇതിൽ ഒഴിച്ചു വെക്കുകയാണ് ചെയ്യണത്. ഇത്ര കടുക് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ തീരുമാനം. ഇത്രയെങ്കിലും കടുക് ഇതിൽ നമ്മളെ നിറയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 5 രൂപ കോയിൻ നമ്മൾ ഈ കടുകില് ഇങ്ങനെ താഴ്ത്തി വെക്കാനുള്ളതാണ്. കണ്ടോ, ഇതിൽ താഴ്ത്തി വെക്കാനുള്ളതാണ് നമ്മൾ 5 രൂപ കോയിൻ. അപ്പൊ അത് നമ്മൾ മൂടിയിരുന്നു നമുക്ക് ഉറപ്പ് വരുത്തണം. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ നല്ലത് ഏത് ദിവസമെന്ന് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളെ ലക്ഷ്മി കടാക്ഷമുള്ള 2 ദിവസമാണ് ആഴ്ചയിലുള്ളത്. ഏറ്റവും കൂടുതൽ ലക്ഷ്മി കടാക്ഷം തങ്ങി നിൽക്കുന്ന ദിവസം അത് ഒന്ന് ചൊവ്വ തന്നെയാണ്, മറ്റേത് വെള്ളിയാഴ്ച. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ നല്ലതും ചൊവ്വ വെള്ളി. അപ്പൊ നിങ്ങൾ ഈ എന്തിനാണ് ഈ 5 രൂപ പതിൽ വെച്ചെന്നുണ്ടാവും അല്ലേ. ഇത് നമ്മളൊരു മാസം മുഴുവനായിട്ടും ഒരു ചൊവ്വ 5 രൂപ വെക്കുക, പിന്നത്തെ വെള്ളി 5 രൂപ വെക്കുക, പിന്നെ ചൊവ്വ 5 രൂപ വെക്കുക, വെള്ളി 5 രൂപ വെക്കുക. അങ്ങനെ നിങ്ങൾ ഒരു മാസം വരെ ഇതില് പൈസ നിക്ഷേപിക്കണം. ഈ ഒരു മാസം നിങ്ങൾ പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യണം നിങ്ങളെന്നറിയോ? ഇതിപ്പോ എപ്പോഴും സമയം ഉണ്ടാവും കേട്ടോ. സമയം ചോദിക്കുന്നു, ഇപ്പൊ അത് മറക്കാൻ പാടില്ലല്ലോ. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം രാവിലെ 6 to 7 ഉള്ളിലാണ്. ഇത് പെൺകുട്ടികളാണ് കാര്യമായിട്ട് ചെയ്യണ, അമ്മമാരൊക്കെയാണ് അല്ലെ. അപ്പൊ മെൻസസ് ഉള്ള സമയത്ത് നിങ്ങൾ ഇത് ചെയ്യണ്ട. അത് നമുക്ക് ഒരു നെഗറ്റീവ് ഊർജം നമ്മളെ ശരീരത്തിൽ നിൽക്കണ സമയമാകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു മാസത്തില് 4 ചൊവ്വയും കിട്ടും, 4 വെള്ളിയും കിട്ടും. അപ്പൊ നമ്മള് 5 രൂപയുടെ കോയിൻ ഒരു മറക്കരുത് കേട്ടോ, മറക്കരുത്. നമ്മളിതിൽ നിക്ഷേപിക്കുന്നത് നമുക്കൊരു സമ്പാദ്യമായിട്ടുമാണ്. നമ്മളെ വീട്ടിലൊരു ലക്ഷ്മി ദേവി കുടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്, പണവരവിന് വേണ്ടിയിട്ടാണ്, നെഗറ്റീവ് ഊർജം മുഴുവൻ പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിത് മറക്കാനും പാടില്ല. ഇത് എപ്പോഴും നമ്മളെ മുഖത്ത് ഇത് എപ്പോഴും ഉണ്ടാവണം, മനസ്സിൽ ഇത് എപ്പോഴും ഉണ്ടാവണം. അപ്പൊ നമ്മളിത് സന്തോഷം വഴി വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്തിനും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്. വിശ്വാസം ഇല്ലാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. എന്തും അങ്ങനെയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ വിശ്വാസത്തും വഴി 100% വിശ്വാസത്തും വഴി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് 101% റിസൾട്ടുകൾ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ വീട്ടിലൊക്കെ അമ്മയ്ക്ക് ഇത് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഇത് നിങ്ങൾക്കും ഞാൻ ഇത് വീഡിയോ ആയിട്ട് പറഞ്ഞു തരുന്നത്. അവിടെ വീട്ടിൽ നമ്മുടെ ഏത് കാലത്തും ഉണ്ടാവും ഒരു പാത്രത്തില് കടുകും അതിൽ കുറച്ച് കോയിലും. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ പോണപ്പൊക്കെ പ്രായമാണ്. അപ്പൊ ഈ മിഠായി വാങ്ങാനൊക്കെ അതിൽ കൈയിട്ടെടുക്കുമ്പോ അമ്മ ചീത്ത പറയും, പാടില്ല, അത് തമ്പായിക്കുള്ളതാണ് എന്ന് പറയും. അപ്പൊ അത് ശരി, പേടിയാണ് അന്നൊക്കെ. വഴിപാട് ചെയ്യാനുള്ള പൈസ എന്നാ ഞാൻ കരുതാ. അപ്പൊ അത് കാരണം ഒന്ന് എടുക്കല് മാറ്റിയിരുന്നു. അത് കാരണം എനിക്ക് ഇത്രയും ഓർമ്മ കേട്ടോ. അപ്പൊ നിങ്ങൾ കുട്ടികളൊന്നും കാണാത്തോടത്ത് ആരുടെയും ദൃഷ്ടിപ്പെടാത്തൊരു ഭാഗത്ത് മാറ്റിവെക്കണം. കൂട്ടാനിലേക്ക് എടുക്കണ കടുകിലല്ല അത് ഇട്ട് വെക്കേണ്ടത്. ഇത് ശുദ്ധമായ സ്ഥലത്ത് നിങ്ങൾ അടുക്കള ഭാഗത്ത് തന്നെയാണ് വെക്കാൻ നല്ലത് കേട്ടോ. അപ്പൊ നമ്മൾ അറിയാലോ, നമ്മൾ കറികളിലേക്കൊക്കെ എടുക്കണ കടുകിന്റെ പാത്രം വ്യത്യസ്തമായിരിക്കും. ഇത് നമ്മൾ ചതുരത്തിലൊരു പാത്രം എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ പാത്രത്തിൽ നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ പിന്നെ മക്കളൊന്നും
അല്ല ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും മക്കളൊന്നും കൈയിട്ട് എടുക്കില്ല. മിഠായിക്കൊന്നും 10 പൈസ 5 പൈസ ഇപ്പൊ കുട്ടികൾ ചോദിക്കലും മാറ്റിയിരുന്നു അല്ലേ. അപ്പൊ പിന്നെ അതൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ ഇത് എന്താണ് ഈ കടുക് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ വിചാരം. ഒരു കുഴപ്പമില്ല, എത്ര കാലം വേണമെങ്കിലും കടുകിന് അങ്ങനെ കടുക് പൂക്കാൻ തുടങ്ങുക ചെയ്യാം. ഉപ്പിന്റെ പോലെ വെള്ളൊലിക്കൊന്നല്ലല്ലോ, ഇത് പൂക്കുന്ന വരെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഈ ഒരു മാസം നിങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചാൽ അവിടെ ഇരുന്നോട്ടെ. അവിടെ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും തോറും നിങ്ങളുടെ വീട്ടിലെ പുരോഗതി അഭിവൃദ്ധി മാത്രമേ നിങ്ങൾക്ക് വരുന്ന കാണാം. പിന്നെ നിങ്ങളുടെ കടങ്ങള് ബുദ്ധിമുട്ടുകള് അതുപോലെ ദൃഷ്ടിദോഷം ഇതൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടും ചെയ്യും. നിങ്ങൾ സമ്പന്നരാവുകയും ചെയ്യും. എങ്ങനെ സമ്പന്നരാവുക ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സമ്പന്നരല്ല. തുടർന്നതൊക്കെ പൊന്നാവുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. എന്ത് ചെയ്താലും ഒരു അനുകൂലമായ സാഹചര്യം വരും. നിങ്ങൾക്ക് പണിയെടുക്കാതെ ഒന്നും ആരും ചെയ്ത് കടുകിൽ ഞാൻ 5 രൂപ വെക്കുന്നുണ്ടല്ലോ, എവിടുന്ന ബുദ്ധിമുട്ടി 40 രൂപ ഒരു മാസം വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യുന്നേ വേണം. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വിശ്വാസങ്ങൾ നമുക്ക് നല്ലതാണ്. ഈ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഒന്നിലും ഒരു വിശ്വാസം ഇല്ലെങ്കിൽ എവിടെ ഒരു രക്ഷയില്ലേ മനുഷ്യന്. അപ്പോൾ ഒന്ന് വിശ്വസിക്കുക, ഒന്ന് തൃപ്തിപ്പെടുക, ഒന്ന് സന്തോഷിക്കുക, ഇതിനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഇത് നമുക്ക് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളെ മനസ്സിന് ഒരു സമാധാനം കിട്ടും. ചെയ്യണ കർമ്മ മേഖല മുഴുവൻ നമുക്ക് അഭിവൃദ്ധി വരുന്നതാണ്. ഇനി ഒരു ബിസിനസ് ചെയ്യണ ആളാണെങ്കിലും ഒരു പണിക്ക് പോണ ആളാണെങ്കിലും പണിക്ക് പോകാനും വേണ്ടേ നമുക്ക് തോന്നിക്കുക, ആരോഗ്യം കിട്ടുമൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയുന്നതുമാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ മുന്നേ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ അമ്മ ഇതൊക്കെ കുട്ടികളോട് പറയാണ്, അമ്മയ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആരൊക്കെ ചെയ്തു വെക്കണ്ട അങ്ങനെയല്ല. അപ്പൊ ഇത് ചെയ്തു വെക്കാത്ത ചില ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും പണക്കാരാവട്ടെ മക്കളെ. എന്തിന് പണക്കാരാവാതിരിക്കണം? നമ്മളൊരു ജീവിതമല്ലേ ഉള്ളൂ. ആഗ്രഹങ്ങൾ മുഴുവൻ നടക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് കുട്ടികളെ. ആഗ്രഹം നടക്കണമെങ്കിൽ പണം വേണം. പണം ഇല്ലെങ്കിൽ ഒരു ആഗ്രഹവും നടക്കണില്ല. അപ്പൊ എന്താ, ഇത് എല്ലാവരും വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു കാപട്യൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ചെയ്തു നോക്കൂ, അപ്പളേ അറിയൂ. അതൊക്കെ ചില കുട്ടികൾ പറയുമോ ഇതൊക്കെ 5 രൂപ കഴുകിലിട്ടേച്ചാൽ മതിയല്ലോ, എന്നാ പിന്നെ കോടീശ്വരനാവാലോ, മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് മറ്റേ പ്രസിഡന്റ് ഇതൊക്കെ പറയും കുട്ടികൾ. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക. വിശ്വാസമുള്ളവർ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.